ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ രാവിലെ തന്നെ കത്തിയും ഉള്ളിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇമ്മതാ അവിടെ പൊടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. നമുക്ക് മുട്ട റോസ്റ്റും കണ്ണച്ച പത്തിരി ആണ്. അധികം നമുക്ക് കണ്ണച്ചത്തിരി തന്നെയാണ്, അതാണ് നമുക്കിഷ്ടം. അപ്പോൾ അതാണ്. അപ്പോൾ അതിന് 2 ഉള്ളിയാണ് എടുത്തത്. എന്നിട്ടിങ്ങനെ ചെറുതാക്കി അരിയുക. പിന്നെ ഒരു തക്കാളിയും 2 ഉള്ളിയും പച്ചമുളകും 2 പച്ചമുളക് അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തൊക്കെയാണ് എനിക്കിന്ന് കാണിക്കാനൊക്കെ പോകാനുണ്ട്. തൊണ്ടയ്ക്ക് സുഖമില്ല, എന്താ അറിയില്ല, സുക്കട്. അപ്പോൾ ഒന്ന് പോയി കാണിക്കാൻ വിചാരിച്ചു. എന്തോ നിൽക്കണം അതിൻ്റെ അവിടെ. അപ്പോൾ അത് കാണിച്ചാൽ ഒരു സമാധാനമാണല്ലോ. എനിക്ക് കാണിക്കാനാണ് ഭയങ്കര പേടിയാണ്. അപ്പം ഇന്ന് 3:30-ക്കാണ് വരാൻ പറഞ്ഞത്. നമ്മളീ ഭാഗത്ത് തന്നെയാണ്, വീട്ടിനടുത്ത് തന്നെ. അപ്പോൾ ഈ എണ്ടിക്കൊന്ന് കാണിക്കാൻ വിചാരിച്ച്. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞ് ഞാൻ പിന്നെ കറി ഉണ്ടാക്കണ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കണ്. പിന്നെ കറി ഉണ്ടാക്കണമെന്നും പിന്നെ ഇതിൽ കാണിച്ചില്ല. പിന്നെ ഇതാ ഇപ്പൊക്കെ ഇതാ പോകാൻ വേണ്ടിയിട്ട് പത്തിരി ചൂടാണ് അമ്മ പരത്തിക്കണ്. അപ്പോൾ പിന്നെ ഞാൻ ചൂടാൻ വേണ്ടി നിന്ന്. ഞാൻ പിന്നെ നേരത്തെ എണീക്കും. ആദ്യമൊക്കെ ഞാൻ 10 മണി 9:30 ആയിരുന്നു. ഇപ്പം എൻ്റെ മോൻ നേരത്തെ എണീക്കലുണ്ട്. മോൻ 7 മണിയാകുമ്പോഴത്തേനും എണീക്കും. ഒരു 6:55 ആകുമ്പോഴത്തേനും മോൻ എങ്ങനെ അറിയണം എനിക്കറിയില്ല. അപ്പത്തന്നെ ഞാനും എണീക്കും. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിക്കില്ല. അപ്പം നമ്മൾ വേണിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. പിന്നെ അവിടെ അങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെളിച്ചമൊക്കെ കാണുമ്പോൾ പിന്നെ അങ്ങനെ കുറച്ചേരൊക്കെ കിടന്നോളൂ. അപ്പം ഞാൻ ഇപ്പനെ പേൽപ്പിച്ചതാണ്. എന്നിട്ട് ഞാൻ പത്തിരി ഇടാൻ വേണ്ടി നിന്ന്. പിന്നെ ഇപ്പൻ്റെ ചുട്ടിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 10:11 മണിയാവും ചായ കുടിക്കാനും. അപ്പോഴത്തേന് ഇതാ മത്തി പുളിടാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ അമ്മക്ക് ഇതൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ്. കഷ്ണം ഉള്ളിയൊക്കെ അരിഞ്ഞ് ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് കരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ പിന്നെ മീനങ്ങനെ കൂട്ടില്ല. ഇത് ഇപ്പക്കും ഉപ്പക്കാണ്. നമുക്ക് പിന്നെ സാമ്പാറൊക്കെ ആക്കാൻ പറഞ്ഞമ്മ. അപ്പോൾ പിന്നെ നമുക്കിന്ന് സാമ്പാറാണ് ഉച്ചക്കത്തേക്ക്. അപ്പം കഷ്ണങ്ങളൊക്കെ രാത്രി കൊണ്ടുവന്നീനു. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാമ്പാർ ഉണ്ടാക്കി വിചാരിച്ചു. നമ്മൾ പിന്നെ മത്തിയൊന്നും കൂട്ടൂല. എനിക്ക് മത്തിൻ്റെ മണം തന്നെ ഇഷ്ടമില്ല. ചെമ്മീൻ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ പിന്നെ കൂട്ടും. അപ്പോൾ പിന്നെ ഇവർക്ക് നമുക്ക് പിന്നെ പാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരിക്ക് കൊടുക്കല്ലേ വിചാരിച്ച് മുളിയാറ് അങ്ങനെ ഇതാ മുളകിടാം, വെളുത്തുള്ളിയൊക്കെ കുത്തിയിട്ട്. ഞാൻ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും വാട്ടിയിട്ടാണ് ഉണ്ടാക്കൽ. ഇങ്ങനത്തെ കറിനെക്കാട്ടി എനിക്ക് വാട്ടിയിട്ടുള്ള മുളിയാറ് ഇഷ്ടം. അത് പിന്നെ കഷ്ണമീനിക്കൊക്കെ അല്ലേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യൽ. അതുകൊണ്ട് പിന്നെ ഇതിന് പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ. അവന് ഇങ്ങനെ ആക്കാൻ വിചാരിച്ച്. വാട്ടിയാൽ പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ഇതാണ്. നമ്മളീ മുളകും പൊടി ഭയങ്കര സ്ട്രോങ് ആണ്. എന്തോരം സ്ട്രോങ് ആണ്, കുറച്ചിട്ടാൽ മതി, അത്രയും സ്ട്രോങ് ആണ്. അങ്ങനെ ഇതാ കറിക്കുള്ളതൊക്കെ കലക്കി കൊടുത്ത് പിന്നെ വേഗം ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. കാരണം നെയിൽ കോണും ഉണ്ടാക്കാനുണ്ട്. പിന്നെ മോനക്ക് കുറേ ദിവസമായി ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഒന്ന് മേലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാൻ വിചാരിച്ച്. ഞാൻ വെന്ത വെളിച്ചെണ്ണ തേച്ച് കൊടുക്കൽ. അതാകുമ്പോൾ നല്ലതാണല്ലോ. പക്ഷെ അത് ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക്കാണ്. 3 തേങ്ങയൊക്കെ ആകപ്പാട് കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ക്യാരറ്റ് ഓയിലൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, നല്ലതാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇവിടെ ചെമ്പരത്തിൻ്റെ ആൾ വന്നിക്കണം. താത്തക്ക് താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിപ്പൂ കുറേ ഉണ്ടാവുകയും ചെയ്തിരിക്കണം. അപ്പം അതൊക്കെ ഉണക്കിയിട്ട് പൊടിച്ചേക്കാൻ വേണ്ടിയിട്ടുള്ള വെയിലത്തൊക്കെ ഇടാണ്. അധികം അങ്ങനെ ഓരോന്ന് ഉണക്കാനിടും. അപ്പോഴത്തേനും പിന്നെ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേന് അത് പിന്നെ അവിടെ ഉണങ്ങലുണ്ടാവില്ല. നമുക്ക് മറന്നു എടുത്തേക്കാനൊക്കെ. അങ്ങനെ പിന്നെ ഇതാ മുറ്റടിച്ചാനൊക്കെ നിന്ന്. അത് കഴിഞ്ഞിട്ട് വേണം മോനക്ക് ഫുഡ് എടുക്കാൻ. അപ്പോൾ നേരത്താണ് കേട്ടോ നമ്മൾ ചായ കഴിഞ്ഞിട്ട് മുറ്റടിച്ചാലാൻ വേണ്ടി നിൽക്കണത്. നമ്മൾ ചായ നിന്ന് വേഗം കുടിച്ചിരിക്കണം. ചെമ്പരത്തിപ്പൂ കണ്ടോ കുറേ കിട്ടിയിരിക്കണം. മക്കളെതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിന് ഫോൺ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ കരിയാണ്. പാട്ട് വെച്ചിട്ട് പത്തിരി തിന്നണം. അത് തിന്നാൻ തുടങ്ങി വീഡിയോ എടുക്കട്ടെ. എന്ത് പാട്ടാ വേണ്ടി? ഇന്ന് കറക്റ്റ് സമയം നോക്കിയപ്പോൾ 3/4 മണിക്കൂർ കറക്റ്റ്. ഏത് പാട്ട്? ഏത് പാട്ട്?
എന്ത് ഏത് മനസ്സിലായില്ല. ഒരു 10 എടുത്ത് നിന്ന് നമ്മ നോക്കട്ടെ. ഒറ്റൊന്ന് തിന്ന്. ഹായ്. അങ്ങനെ പിന്നെ മോൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഊഞ്ഞാലിൻ്റെ സ്ഥലം മാറ്റി. ഊഞ്ഞാൽ സോഫൻ്റെ അവിടെയാണ്. അപ്പം നമ്മൾ ടി വിൻ്റെ അങ്ങോട്ടേക്ക് ആക്കി. ഇപ്പോൾ ടി വി ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതാ പെട്ടെന്ന് ഇന്നലെ 20 നെയിൽക്കോണ്ട് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കോണൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലേനു. അപ്പോൾ പിന്നെ അത് രാവിലെ ചെയ്യാൻ വിചാരിച്ച് വന്നുണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതന്നെ 20 എണ്ണത്തിന് തികഞ്ഞ്. അപ്പം അതൊക്കെ സെറ്റാക്കി സീലൊക്കെ ആക്കി ഇന്ന് തന്നെ കൊടുക്കുകയും ചെയ്യണം. പെട്ടെന്ന് വന്നതേനു. പിന്നെ നെയിൽക്കോണ്ട് പേസ്റ്റ് ഉള്ളതുകൊണ്ട് അതന്നെ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ചോറ് തിന്നാൻ വേണ്ടിയിരുന്ന്. ഇന്ന് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ബിരിയാണി നെയ്ച്ചോറാണ്. പിന്നെ ഇന്ന് സദാ ചോറാക്കി. ഇന്നലെ നമുക്ക് നെയ്ച്ചോറായിരുന്നു. അപ്പോൾ സദാ ചോറും സാമ്പാറും കോഴിമുട്ട പൊരിച്ചതും വെണ്ടക്കൊപ്പേരും. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം 3:30ക്കാണ് ഡോക്ടർ വരാൻ പറഞ്ഞത്. കാണിക്കാൻ പോകണം. എനിക്ക് ഭയങ്കര പേടിയാണ് കാണിക്കാനൊക്കെ. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ പോകുന്നില്ല. വല്ലാണ്ട് ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം പോവുള്ളൂ. അതും ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞ് ഡോക്ടർ ഒന്നുമില്ല പറഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഇനിയിപ്പോൾ വന്നിട്ട് വേണം പോവാൻ. ഞാനും ഉമ്മയും പോകാൻ വിചാരിച്ചാൽ മോനുള്ളതുകൊണ്ട് കഴിയൂലല്ലോ. അങ്ങനെ ഇതാ കാണിക്കാൻ വേണ്ടി പോകാൻ മാറ്റി. ഇപ്പം എൻ്റെ അപ്പന് പിന്നെ മക്കൾ 2 ഉറങ്ങാത്തത് കൊണ്ട് 2 എണ്ണത്തിനും കൂട്ടി. ചെറുത് പിന്നെ വീട്ടിലുമാണ്. അമ്മ നോക്കുമല്ലോ. ഓൻ്റെ ഒരു വലിയ സീൻ ഉണ്ടാവില്ലല്ലോ. ഇവരൊക്കെയാണ് ഉറങ്ങാഞ്ഞാൽ പിന്നെ നമ്മളപ്പുറം തന്നെ പുറത്തേക്ക് വരുമല്ലോ. അങ്ങനെ കാണിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ടി ഓർമ്മ വന്നത്. അതുവരെ അവിടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കല്ലേ എന്തായിക്കും തൊണ്ടേൻ്റെ അവിടെ ഓരെന്തൊക്കെയോ പറഞ്ഞു ഡോക്ടർ. എന്തോ ഗ്യാസിൻ്റെ അടുത്താണ് പറഞ്ഞത്. അതിൻ്റെ ഗുളിക കിട്ടിയത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇതാക്കുക വിചാരിച്ച്. പിന്നെ ഇതാ പോണ വഴിക്ക് വൈകുന്നേരത്തേക്കുള്ള ചായൻ്റെ കടിയൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലെത്തി. അപ്പം എന്നോട് ചായ അങ്ങനെ കുടിക്കണ്ട പറഞ്ഞേക്കണം. പക്ഷെ ഞാൻ കോഫി കുടിച്ച് എന്നാലും ഞാൻ ചായ കുടിക്കേണ്ട കേട്ടോ. പക്ഷെ ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സമൂസയും ബോണ്ടയും പിന്നെന്താണ് മുട്ട ബജ്ജിയും പഴംപൊരിയൊക്കെ അതിന് വാങ്ങിയത്. പിന്നെ രാത്രി നമ്മൾ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച പോകാൻ പറ്റാത്തത് കൊണ്ട് തലേന്ന് നമ്മൾ കയറി ഇറങ്ങി ഞാനും എടുത്താത്തി. അപ്പോൾ ഇത് അവിടെ പാട്ടും ഇതൊക്കെയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി.